ഇന്ന് നമുക്കൊരു അടിപൊളി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 3 മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സബോള എടുത്തിട്ടുണ്ട്, 2 എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്, 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 5 കറിമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. മാങ്ങ കനം കുറഞ്ഞ് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. സബോള ഇതേപോലെ അരിഞ്ഞ് കറിമുളകും, ഇഞ്ചി നീളത്തിലരിയ, പിന്നെ എരിവുള്ള മുളക് നമ്മളിപ്പോൾ അരിയുന്നില്ല, കാരണം ബാക്കി എല്ലാവരും കൂടി നന്നായിട്ട് തിരുമ്പേണ്ടതുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും. അതുകൊണ്ട് അത് പിന്നീട് ചെറുതായിട്ട് അരിഞ്ഞതിനകത്തേക്ക് ഇട്ടാൽ മതി. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊടികളായിട്ട് മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കയ്യിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം 3/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു മഞ്ഞ കളർ വേണം. പിന്നെ നമ്മൾ എരിവിന് പച്ചമുളകാണ് നമ്മൾ അധികം ചേർക്കേണ്ടത്. മുളക് പൊടി കുറച്ചിട്ടാൽ മതി. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ചാണ് ഇടാം. നല്ല കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കട്ട തേങ്ങാപ്പാലാണ് ചേർക്കണേ കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് ഉലുവ പച്ചക്ക് പച്ചക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി തിരുമണം കേട്ടോ. നന്നായിട്ട് സബോളയൊക്കെ നല്ല വാടുന്നത് വരെ നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി കൊടുക്കാം കേട്ടോ. അത് നമ്മളത് തിരുമുമ്പോൾ നല്ലൊരു മണം വരും. സബോളയൊക്കെ നല്ല വാടി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിരിഞ്ഞ്, ഞാൻ മാങ്ങയൊക്കെ തിരുമ്മി വെച്ചതിന് ശേഷമാണ് തേങ്ങ ചിരകിയെടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ കണക്ക് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം വെച്ചാൽ തേങ്ങ പല വലിപ്പമുള്ളതും പല ഗുണമുള്ളതായിരിക്കും. ചിലർ ഇൻസ്റ്റന്റ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. എന്തായാലും മാങ്ങാക്കറിക്ക് നന്നായിട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 2ാം പാൽ ഒഴിച്ചിട്ട് ഇത് നടപ്പത്ത് വെച്ച് കത്തിക്കാട്ടാം. ഇപ്പൊ നമ്മുടെ മാങ്ങാക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2 തിള തിളയ്ക്കുമ്പോ തന്നെ മാങ്ങ വേവിട്ടു. ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് ഒരു തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കേട്ടോ. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തിളച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഉലുവ, ചട്ടി നന്നായി ചൂടായ ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. കാച്ചി ഒഴിച്ചത് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് നിരപ്പാക്കിയതിനു ശേഷം നമുക്ക് ഈ കറി മൂടി വെക്കാം. കറി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ആവി വെള്ളമൊക്കെ അടപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മൂടി എടുത്ത് ആ വെള്ളം ഒന്ന് കുടഞ്ഞു കളയണം കേട്ടോ. എന്നിട്ട് വേണം പിന്നെ മൂടി വെക്കാനായിട്ട്.